ഏതാണ്ട് ഒരു ദശകമാവുന്ന സന്ദർഭമാണ് അഖിലേന്ത്യാ ബോഡിയുടെ ആതിഥേയരായിട്ട് നമ്മൾ മാറുന്ന ഈ ഒരു അവസരം എന്ന് പറയുന്നത് 2017 ആദ്യമാണ് നമ്മൾ അവസാനമായി വോളിബോൾ സംഘടിപ്പിച്ചത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ടി ഗോവിന്ദേട്ടൻ നേതൃത്വം നൽകിയിട്ടുള്ള ആദ്യാവസാനം അദ്ദേഹത്തിൻ്റെ എല്ലാ നിലയിലുമുള്ള നേതൃത്വ പാണ്ഡവത്തിൻ്റെ രൂപമാണ് കായിക രംഗത്ത് പയ്യൂർ സ്പോർട്സ് കൾച്ചറൽ ഡെവലപ്മെൻറ്റ് അസോസിയേഷൻ. ഇവിടെ വ്യക്തമാക്കിയതുപോലെ 2000 തുടങ്ങിയിട്ടുള്ള അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള വോളിബോൾ മത്സരങ്ങൾ ഈ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ 7ാമത്തെ ടൂർണമെൻറ്റിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത്. അതിനു മുൻപ് പയ്യന്നൂർ സ്പോർട്സ് ആൻഡ് കൾച്ചറൽ ഡെവലപ്മെൻറ്റ് അസോസിയേഷൻ ഈ ചുമതല ഏറ്റെടുക്കുന്നതിന് മുൻപ് അതിൻ്റെ മുഖ്യ സംഘാടകർ പയ്യന്നൂരിൽ വോളിബോൾ രംഗത്ത് റാങ്ക് ദി വൂ എന്ന പേരിൽ നമുക്കെല്ലാം പരിചിതമായിട്ടുള്ള സംഘടനയായിരുന്നു. റാങ്ക് ദി വൂ ഒരുക്കിയിട്ടുള്ള വോളിബോൾ മത്സരത്തിൽ കളിക്കാത്ത താരങ്ങൾ ഇന്ത്യയിലില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പ്രൊഫസർ എം കെ ചിണ്ടൻകുട്ടി, ഡോക്ടർ ആനന്ദ് ബാബു, അവരെയൊന്നും നമുക്ക് മറക്കാൻ പറ്റാത്ത നിലയിലുള്ള സ്പോർട്സ് സംഘാടകർ. ഇന്ന് അഡ്വക്കേറ്റ് വിജയകുമാറും ശ്രീ ഉപേന്ദ്രനും എല്ലാം ചേർന്നിട്ടുള്ളൊരു ടീമാണ് റാങ്ക് ദി വൂ. അവർ ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിലുള്ള ബാഡ്മിൻ്റൺ മത്സരങ്ങളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ശ്രദ്ധേയമായ രീതിയിൽ നമ്മുടെ കേരളത്തിൽ തന്നെ അപൂർവമായിട്ടുള്ള വുഡൻ പ്ലാറ്റ്ഫോമുള്ള ഒരു ഇൻഡോർ സ്പോർട്സ് കോംപ്ലക്സ് ഇന്ന് അവരുടെ നേതൃത്വത്തിൽ നടത്തിവരുന്നു. അതിനു മുൻപ് പയ്യന്നൂർ ഗാന്ധി മൈതാനിയിൽ PUG മെമ്മോറിയൽ ഓൾ ഇന്ത്യ വോളി സംഘടിപ്പിച്ചിട്ടുള്ളത് പഴയകാല സംഘാടകരുടെ കളിപ്രേമികളുടെ മനസ്സിലുള്ളൊരു കാര്യം. ഇപ്പം നമ്മൾ ഈ അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുമ്പോൾ ഇതിന് സംഘാടനത്തിൽ വലിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യം. ഞാനതിൻ്റെ എല്ലാ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. വോളിബോൾ രംഗം ഏകീകൃതമായ നിലയിൽ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലും കേരളത്തിലും മുന്നോട്ടേക്ക് പോകുന്നതിനുള്ള പല നിലയിലുമുള്ള തടസ്സങ്ങൾ ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ വോളിബോളിനെ സ്നേഹിക്കുന്നവർ നാട്ടിലെമ്പാടും ഗ്രാമീണ വോളി നടന്നപ്പോൾ അവിടെ നല്ല ഞങ്ങളൊക്കെ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ ചെല്ലുമ്പോൾ അവർ പറയുന്നത് എന്തുകൊണ്ട് പയ്യന്നൂരിൽ ഓൾ ഇന്ത്യ വോളി 10 വർഷമായില്ലേ നിങ്ങൾ എന്തുകൊണ്ട് സംഘടിപ്പിക്കുന്നില്ല എന്നുള്ള പരാതിയും പരിഭവവും സ്പോർട്സിലുള്ള വോളിബോളിലുള്ള ആവേശവും എല്ലാം മുൻനിർത്തിയിട്ടുള്ള ആയിരങ്ങളുടെ പ്രതികരണങ്ങൾ ഞങ്ങളെല്ലാം മുന്നിൽ വലിയൊരാവശ്യമായിട്ട് ഉയർന്നു വരികയുണ്ട്. ഇവിടെയാണെങ്കിൽ വളരെ ഈ ഒരു ടൂർണമെന്റ് എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ഇങ്ങനെ ഒരു സംവിധാനത്തെ ഒരുക്കിയെടുക്കുക എന്നതൊരു വലിയ ഉത്തരവാദിത്തമാണ്. സംഘാടനത്തിന്റെ കാര്യത്തിൽ ഇത്തവണ കുറെ കൂടി അനുകൂലമായിട്ടുള്ള അന്തരീക്ഷം നമ്മുടെ മുന്നിൽ അസോസിയേഷന് മുമ്പിലുണ്ടായി. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കോച്ചായിട്ടുള്ള ടി അഗസ്റ്റ് നമ്മുടെ നാട്ടുകാരനാണ്. ഇന്ത്യൻ വോളിബോൾ ടീമിൻ്റെ വനിതാ ടീമിൻ്റെ കോച്ചായി ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ വനിതാ ടീമിനെ വിജയിപ്പിച്ച് അഭിമാനകരമായ രീതിയിൽ നാടിന് തന്നെ കായിക മേഖലയിൽ വലിയ നിലയിൽ അംഗീകാരം നേടിയിട്ടുള്ള ടി ബാലചന്ദ്രൻ നമ്മുടെ അസോസിയേഷനിലെ അംഗമാണ്. ഇവർ രണ്ടുപേരും നമ്മുടെ നാട്ടുകാരാണ്, നമ്മുടെ സ്വന്തക്കാരാണ്. അവർ കൂടി വലിയ നിലയിൽ ആവശ്യം ഉന്നയിച്ചപ്പോഴാണ് ഈ ടൂർണമെന്റ് നടത്താം എന്നുള്ള നിലയിലേക്കുള്ള തീരുമാനം അസോസിയേഷൻ കൈക്കൊള്ളുന്നു. അതിവിപുലമായ നിലയിലുള്ള ഒരു സംഘാടക സമിതി രൂപീകരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായി ഇതിൻ്റെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു വരുന്നത്. 100 കണക്കിന് ആളുകൾ
ഇന്നലെ അതിരാവിലെ തുടങ്ങിയിട്ടുള്ള ഗ്രൗണ്ടിൻ്റെ അവസാനം മിനുക്കുപണി ഇന്നലെ രാത്രി മഴ പെയ്തപ്പോൾ ഇവിടെ എത്ര പേരുണ്ടായി എന്ന് തന്നെ പറയാൻ പറ്റും. അത്രയും ആളുകളുണ്ടായിരുന്നു ഈ ഗ്രൗണ്ടിൽ. ടാർപോളിനൊക്കെ വിരിച്ച് വെള്ളം മണ്ണിലേക്ക് പോകാതിരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയെങ്കിലും ആ വെള്ളമൊന്നും അങ്ങനെ ഒഴുക്കി വിടാൻ പറ്റുന്നല്ല, അത്രയും കൂടുതലുണ്ടായിരുന്നു. രാത്രി പലയിടങ്ങളിലും പോയി സ്പോഞ്ച് വരെ സംഘടിപ്പിച്ച് കൊണ്ടുവന്നിട്ടാണ് വളരെ മനോഹരമായിട്ടുള്ള ഈ കോർട്ട് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കളിക്ക് ഒരുക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ടുള്ള നിരവധിയാണ്. എല്ലാവരുടെയും പേര് പറയാതിരിക്കുമ്പോൾ അത് വിഷമമുണ്ടാകും. പക്ഷേ ഒന്നോ രണ്ടോ പേര് പറയാതിരുന്നാൽ അതും വിഷമമുണ്ടാക്കുന്നൊരു കാര്യമാണ്. അത് നമുക്കെല്ലാവർക്കും അറിയാം. എല്ലാ വോളിബോൾ ടൂർണമെൻറ്റിൻ്റെ സന്ദർഭത്തിൽ ഈ കോർട്ടിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇതിൻ്റെ ലൈം ലൈറ്റിൽ എവിടെയും വരാതെ ഞാൻ ഒന്നിനും മുമ്പിലുണ്ടാവില്ല എന്ന് പറയും. എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വം ഇപ്പോൾ പതാക ഉയർത്താൻ പോകുമ്പോൾ വേണമെന്ന് പറഞ്ഞാലും അദ്ദേഹം മുന്നിൽ വരാൻ സന്നദ്ധമാണ്. അദ്ദേഹത്തിന് നിസ്വാർത്ഥമായിട്ടുള്ള ഈ സേവനമാണ്. ഗ്രൗണ്ട്, കളി, അതിനോടുള്ള അഭിവാഞ്ച, വലിയ പ്രയാസങ്ങൾ കളിയിലാണ് അദ്ദേഹം ആ ചുമതലകളൊക്കെ ഏറ്റെടുത്ത് പ്രവർത്തിച്ചു വരുന്നത്. നിങ്ങളുടെ എല്ലാ മനസ്സിൽ ആളുകളുടെ രൂപം തെളിഞ്ഞിട്ടുണ്ടാവും. അത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട പ്രൊഫസർ KV ദേവസ്യാണ്. ദേവസ്വം അദ്ദേഹത്തിന് കഠിനമായിട്ടുള്ള പരിശ്രമമാണ്. ഇപ്പോൾ നന്മ ബോഡി അക്കാദമിയുടെ കോച്ചായിട്ട് പ്രവർത്തിക്കുന്ന രാജേഷ് മുഴുവൻ സമയം ഇവിടെ. അങ്ങനെയുള്ള നിരവധി ആളുകൾ, എല്ലാവരുടെയും പിന്നെ ഞങ്ങളുടെ സ്ഥിരം ആളുകളുണ്ട്, അവരുടെ എല്ലാ പേര് ഞാൻ പറയുന്നുണ്ട്. KVS പോലുള്ള ആളുകൾ ഇതിനു വേണ്ടി മരിക്കുന്നവരാണ്. അവരെല്ലാം ഇവിടെ ഇന്ന് ഇന്നലെ രാവിലെ തുടങ്ങി ഇന്ന് പുലർന്ന് ഇതുവരെയും അവരെവിടെയും പോയിട്ടില്ല. ഈ ഗ്രൗണ്ടിൻ്റെ അവസാന മിനുക്കുപണികൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവൃത്തിയിലാണ് ഏർപ്പെട്ട് വന്നിട്ടുള്ളത്. ആ നിലക്കുള്ള വളരെ ത്യാഗപൂർണമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഒരു നീക്കി ബാക്കിയാണ് ഈ ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ ഇന്ന് തുടക്കം കുറിക്കുന്ന ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഈ മത്സരങ്ങളുടെ ആവേശകരമായിട്ടുള്ള അനുഭവങ്ങൾ, സംഘാടനത്തിൻ്റെ അനുഭവങ്ങൾ എന്നുള്ളതിവിടെ സൂചിപ്പിക്കുക. അതോടൊപ്പം ഇവിടെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ടീമുകളാണ് മത്സരിക്കുന്നത്. ഇന്ത്യയിലെ ക്രീം ടീമുകൾ അവരാണ് ഈ ടൂർണമെൻറ്റിൽ മത്സരിക്കുന്നത്. അതിൽ ഇന്ന് നാളെയൊക്കെ മത്സരിക്കേണ്ട ടീമുകളൊക്കെ ഇന്ന് കുറച്ചുകൂടി പയ്യന്നൂരിൽ എത്തിച്ചേർന്ന് അവരെല്ലാം ഇവിടെ ഇന്ന് ആദ്യ മത്സരത്തിൽ പങ്കെടുക്കേണ്ടവർ തയ്യാറായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എയർഫോഴ്സും ഇൻകം ടാക്സ് ചെന്നൈയുമാണ് ആദ്യ മത്സരത്തിൽ മാറ്റിവെക്കുന്നത്. ആ കളി കാണുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഒരുങ്ങിയിരിക്കുന്നത്. ഇവിടെ വളരെ മനോഹരമായിട്ടുള്ളൊരു ഫ്യൂഷൻ അവരിനിയും കുറച്ചുകൂടി അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ ബാക്കിയുണ്ട്. ചെറുവത്തൂരിൽ നിന്നുള്ള ടീമാണ് ഇവിടെ ഈ ഫ്യൂഷനിലെ ചെണ്ട അവരുടേതാണ്. അതോടൊപ്പം ചെറുപ്പക്കാരനായിട്ടുള്ള വയലിൻ വലിയ വൈദഗ്ധ്യം പ്രകടിപ്പിക്കുന്ന ഇർഫാൻ പാപ്പിനിശ്ശേരി. ഇർഫാനും ചെറുവത്തൂരിലെ ഈ വാദ്യ സംഘവും ചേർന്നിട്ടുള്ള ഫ്യൂഷനാണ്. ഇവിടെ 3 ലീഫ് പാട്ട് അവർ പാടിക്കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളത് കൂടി ഇവിടെ ഇതിൻ്റെ ഭാഗമായിട്ട് അവതരിപ്പിക്കുന്നു. ഇവിടെ ഇത് കഴിഞ്ഞ് ഒരു പരിപാടി, അതിനാണ് എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ ഇവിടെ സന്നിഹിതനായിട്ടുള്ളത്. പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ അവർ ഈ ടൂർണമെൻറ്റിൻ്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഡോക്ടർ സുരേഷ് ബാബു, എൻ്റെ CA ആയിട്ടുള്ള മഹേഷ്, അവർ പറഞ്ഞു ഞങ്ങൾ ആരോഗ്യപരമായ മേഖലയിൽ, പ്രത്യേകിച്ചും കളിയുടെ രംഗത്തടക്കം കലാമേഖലയിലടക്കം മാരകമായിട്ടുള്ള വിപത്തായിട്ട് വരുന്ന ലഹരിക്കെതിരായിട്ടുള്ള വലിയൊരു ക്യാമ്പയിൻ ഈ ടൂർണമെൻറ്റിൻ്റെ സന്ദേശമായിട്ട് മാറണം എന്നൊരു അഭിപ്രായം അവർ മുന്നോട്ടേക്ക് വെച്ചു. ലഹരിയുടെ ഒളിയിടങ്ങളല്ല, ഒരുമയുടെ കളിയിടങ്ങൾ തുറക്കട്ടെ എന്ന സന്ദേശത്തോടു കൂടിയിട്ടുള്ള ലഹരി വിരുദ്ധമായിട്ടുള്ള പ്രചരണത്തിൻ്റെ കൂടി പരിപാടികൾ ഇതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്നുണ്ട്. ഒരു ദിവസം ഈ ഗ്രൗണ്ടിൽ ആകർഷകമായ രീതിയിൽ അതിനു വേണ്ടിയിട്ടുള്ള പരിപാടി കൂടി നടത്താൻ നിശ്ചയിച്ചിട്ടുണ്ട്. ലഹരിയുടെ ഒളിയിടങ്ങളിലേക്കല്ല, കളിയിടങ്ങളിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അതിനെയാണ് വാരിക്കോരി ജീവിത ലഹരിയായിട്ട് സ്വീകരിക്കേണ്ടത് എന്ന സന്ദേശവുമായിട്ടുള്ള
പരിപാടി കൂടി ഇവിടെ നടത്താനുണ്ട്. ഈ ടൂർണമെന്റ് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നിയമസഭാ സ്പീക്കർ പല രീതിയിലുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഏറ്റവും അവസാന ഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ ചില യാത്രകളിൽ ക്രമീകരണം വന്നപ്പോഴാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യണം എന്ന് നമ്മുടെ അഭ്യർത്ഥന അദ്ദേഹം സ്വീകരിക്കുകയും നേരത്തെ തന്നെ അദ്ദേഹം ഇവിടെ സന്നിഹിതനാവുകയും ചെയ്തിട്ടുണ്ട്. കായിക മേഖലയിലും സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തും പാർലമെന്ററി മേഖലയിലും ഏറ്റവും ശ്രദ്ധേയമായ നിലയിൽ തന്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചു വരുന്ന പ്രിയപ്പെട്ട ഷംസീർ അത് ഉദ്ഘാടനം ചെയ്യുന്നത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ ശ്രീ ഗംഗാധരൻ സ്വാഗത ഭാഷണം നടത്തുമ്പോൾ പറഞ്ഞു, പയ്യന്നൂരിന്റെ അഭിമാന താരങ്ങളായിക്കൊണ്ട് ഇതിന്റെ ചുറ്റുവട്ടങ്ങളിൽ കളിച്ചു വളർന്ന് ഇന്ത്യൻ വോളിയുടെ അഭിമാനങ്ങളായി ലോക വോളിബോൾ മത്സരങ്ങളിൽ തിളങ്ങിയിട്ടുള്ള ജോബി ജോസഫ്, അദ്ദേഹത്തിന്റെ നാട്ടുകാരിയാണ് ട്രീസ ജോളി. ഇന്ന് ഇന്റർനാഷണൽ ബാഡ്മിന്റൺ മേഖലയിൽ ഏറ്റവും മികച്ച നേട്ടങ്ങൾ നേടിക്കൊണ്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു പെൺകുട്ടി. ചുണ്ടയിലെ ഷൈനിങ് സ്റ്റാർ ചുണ്ടയുടെ കളിക്കാരനായിട്ടാണ് ജോബി കളി ആരംഭിക്കുന്നത്. അദ്ദേഹം ഇന്ത്യൻ വോളിബോൾ ടീമിന്റെ ക്യാപ്റ്റൻ. ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലാണ് അദ്ദേഹം പൂർണ്ണമായിട്ടും കളിച്ചു വന്നത്. ജോബി എല്ലാ സന്ദർഭങ്ങളിലും നമ്മുടെ അസോസിയേഷന്റെ പ്രവർത്തനങ്ങളിൽ, ടൂർണമെന്റിന്റെ സംഘാടന കാര്യങ്ങളിൽ A to Z ഇടപെട്ട് വരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ചില പ്രയാസങ്ങളൊക്കെ വ്യക്തിപരമായിട്ടുണ്ടായിട്ടുണ്ടെങ്കിലും ജോബി ഈ ചടങ്ങിലെ മുഖ്യ അതിഥിയാണ്. അതുപോലെ തന്നെ കളിയിടങ്ങളിൽ അതിമനോഹരമായിട്ട് കളിച്ച് ഇന്ത്യൻ വോളിബോൾ ടീമിന്റെ പ്രധാനപ്പെട്ട താരമായിട്ട് മാറിയിട്ടുള്ള സുനിൽകുമാർ, നമ്മുടെ തൊട്ടയൽവക്കം എന്ന് പറയാം, മാധവനത്താണ് സുനിലിന്റെ വീട്. സുനിൽ ഇവിടെയുണ്ട്, ഇന്റർനാഷണലായിട്ടുള്ള സുനിൽ. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പ്രവർത്തനങ്ങളിലെല്ലാം ഇപ്പോഴും സഹകരിക്കുന്ന ഇന്റർനാഷണൽ താരമായിട്ടുള്ള PJ ജോമോൾ, ഇവരെല്ലാം ഇതിൽ പങ്കെടുത്തുകൊണ്ടിട്ടുണ്ട്. മറ്റ് 2-3 പേര് കൂടി ഇവിടെ എത്താനുണ്ട്. അവരെ ഈ കളിയിൽ അവർക്ക് എത്താൻ പറ്റില്ല എന്നുള്ളത് ട്രെയിനിലൊക്കെ വരുന്നതിന് ചില പ്രയാസങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ദിവസങ്ങൾ അവരും മുഖ്യാതിഥികളായിട്ടുണ്ട്. ഞാൻ കൂടുതൽ ദീർഘമായിട്ട് പറയല്ല, ഒരു അന്തരീക്ഷം ഒരുങ്ങി വരണം എന്നുള്ളത് കൊണ്ടുകൂടിയാണ് ഇത്രയും സമയം ഇവിടെ എടുത്തത്. കായിക മത്സരങ്ങളുടെ ഉദ്ഘാടനം പ്രസംഗങ്ങളിലൂടെയല്ല നമ്മൾ നടത്താറുള്ളത് എന്ന് ഉള്ള നല്ല ബോധ്യത്തോടു കൂടിയിട്ടാണ് ഇത്രയും കാര്യങ്ങളിലൂടെ പറഞ്ഞത്. 2 കളികളാണ് ഇന്നുള്ളത്. ഇന്ത്യൻ എയർഫോഴ്സും കസ്റ്റംസും അതോടൊപ്പം തന്നെ ഇൻകം ടാക്സ് ചെന്നൈയും മുംബൈ സ്ട്രൈക്കേഴ്സും എല്ലാം മത്സരിക്കുന്നതാണ് ഇന്നത്തെ മത്സരം. അത് നല്ല നിലക്ക് ആസ്വദിക്കുന്നതിന് നമുക്ക് കഴിയണം എന്ന കാര്യം കൂടി ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് ഈ വോളിബോൾ മത്സരം ഉദ്ഘാടനം ചെയ്യുന്നതിന് നമ്മളെല്ലാം പ്രിയപ്പെട്ട നിയമസഭാ സ്പീക്കർ ശ്രീ എൻ ഷംസീറിനെ വളരെ സന്തോഷത്തോടുകൂടി ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ, ഇതിലൂടെ പ്രിയങ്കരനായ MLA അജുവട്ടൻ, വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ ഇന്ത്യൻ വോളി താരങ്ങൾ ജോബി ജോസഫ്, സുനിൽകുമാർ, ജോമോൾ, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, പ്രിയപ്പെട്ട അധ്യക്ഷ പ്രസംഗം ദീർഘിപ്പിച്ചു കൊണ്ടുപോയത് ഗാലറി നിറയാനാണ്. പക്ഷേ കായിക മത്സരങ്ങളുടെ പ്രത്യേകത, നിങ്ങൾ എത്ര ദീർഘിപ്പിച്ച് പ്രസംഗിച്ചാലും ഗാലറി നിറയില്ല. ഇവിടെ പ്രസംഗം അവസാനിക്കുമ്പോൾ സ്വിച്ചിട്ട പോലെ ഗാലറി മുഴുവൻ നിറയും. അത് ടൂർണമെന്റിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇവിടെ ഓൾ ഇന്ത്യ വോളിയെക്കുറിച്ച് സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും സൂചിപ്പിച്ചു. ബഹുമാന്യനായ CPIM-ന്റെ മുതിർന്ന നേതാവായിരുന്ന പാർലമെന്റേറിയനായിരുന്ന സഖാവ് ഗോവിന്ദേട്ടനാണ് ഇത്തരമൊരു ടൂർണമെന്റിലൂടെ തുടക്കം കുറിച്ചത്. പയ്യന്നൂർ സ്പോർട്സ് ആൻഡ് കൾച്ചറൽ ഡെവലപ്മെന്റ് അസോസിയേഷനാണ് ഇതിന്റെ ഓർഗനൈസേഴ്സ്. ഈ ടൂർണമെന്റിന്റെ 5ഓ 6ഓ എഡിഷൻ ഇതിനകം പൂർത്തീകരിക്കപ്പെട്ടു. ഇത് ഇന്ന് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. വോളിബോൾ നമുക്ക് മികച്ച ടീമുള്ള രാജ്യമാണ്. അതുപോലെ തന്നെ
കണ്ണൂരാണെങ്കിൽ ഇന്ത്യൻ വോളിക്ക് വളരെ പ്രധാനികളായ ഒരുപാട് വോളി താരങ്ങളെ സമ്മാനിച്ച നാട് കൂടിയാണ്. ജോർജ് ബ്രദേഴ്സ്, ജിമ്മി ജോർജ് ഉൾപ്പെടുന്ന ആ പേരാവൂരിലെ ടീം ഇന്ത്യക്കും ലോകത്തിനും അഭിമാനിക്കാൻ സാധിക്കുന്ന നിരവധി താരങ്ങളെ സംഭാവന ചെയ്തവരാണ്. ഇന്ന് ഈ വേദിയിലിരിക്കുന്നവരും അതുപോലെ നമുക്ക് ഏർക്കും അഭിമാനിക്കാൻ സാധിക്കുന്ന താരങ്ങൾ തന്നെയാണ്. ജോബിയും സുനിലും ജോമോളുമെല്ലാം ഇന്ത്യൻ വോളിയിലെ ഒരിക്കലും മറക്കാൻ കഴിയാത്ത മുഖങ്ങൾ തന്നെയാണ്. സ്പോർട്സ് ആക്ടിവിറ്റീസിനെ പ്രൊമോട്ട് ചെയ്തത് നമ്മുടെ ആവശ്യമാണ്. ലഹരിയുടെ ഒളിയിടങ്ങളല്ല, കളിയിടങ്ങളാണ് ആവശ്യം എന്നതാണ് ഈ ടൂർണമെന്റിന്റെ മുഖ്യ സ്ലോഗൻ തന്നെ. പ്രത്യേകിച്ച് നമ്മുടെ തലമുറ ഇത്തരം ലഹരി പദാർത്ഥങ്ങൾക്ക് പിറകെ പോകുന്ന ഒരു ഘട്ടത്തിൽ ഫിസിക്കൽ ഫിറ്റ്നസിനെ കുറിച്ച് അവരെ ബോധ്യപ്പെടുത്താൻ ഏറ്റവും അനിവാര്യം കായിക മേഖലയെ പ്രോത്സാഹിപ്പിക്കൽ തന്നെയാണ്. കായിക മേഖലയ്ക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിക്കൊണ്ടിരിക്കുക. ഒരു പഞ്ചായത്തിൽ ഒരു കളിയിടം, വൺ പഞ്ചായത്ത് വൺ പ്ലേ ഗ്രൗണ്ട് എന്ന ക്യാമ്പയിൻ അതിന്റെ ഭാഗമായി എല്ലായിടങ്ങളിലും കളിയിടങ്ങളും സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടമാണ്. ഇവിടെ ഓൾ ഇന്ത്യ വോളി ഗോവിന്ദന്റെ പേരിൽ തുടങ്ങുമ്പം അക്ഷരാർത്ഥത്തിൽ ഈ മേഖലയിലെ മാത്രമല്ല കണ്ണൂരിലും കാസർഗോഡും ഉത്തര കേരളത്തിലുമുള്ള കായിക താരങ്ങൾക്ക് ഒത്തുകൂടാനും കളി ആസ്വദിക്കാനും സാധിക്കുന്ന ദിനങ്ങളായിരിക്കും ഇനി ഒരാഴ്ചക്കാലം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വോളിബോൾ ആവട്ടെ അല്ലെങ്കിൽ ഫുട്ബോൾ ആവട്ടെ കായിക വിനോദങ്ങൾ സംഘടിപ്പിക്കപ്പെടുമ്പോൾ അത് ആസ്വദിക്കാൻ വരുന്നത് കേവലം പയ്യന്നൂരിലെ ജനങ്ങൾ മാത്രമായിരിക്കില്ല. കൊടിയേരിയുടെ പേരിൽ ഒരു വലിയ ഗോൾഡ് കപ്പ് സംഘടിപ്പിച്ച് അത് കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു സമാപിച്ചത്. തമിഴ്നാട്ടിൽ നിന്നുൾപ്പെടെ കളി കാണാൻ നടത്തിയെന്നത് ഞങ്ങൾ അത്ഭുതപ്പെടുത്തിയെന്നതാണ്. മലപ്പുറം നിങ്ങൾക്കറിയാം സെവൻസ് ഫുട്ബോളിന്റെ കേന്ദ്രമാണ്. ഇപ്പൊ എല്ലായിടങ്ങളിൽ നിന്നും ആളുകൾ തടിച്ചുകൂടി. കാരണം ആളുകൾക്ക് സ്പോർട്സ് ആസ്വദിക്കാനും സാധിക്കണം. നമ്മുടെ സംസ്ഥാനത്തിന്റെ ഒരു പ്രത്യേകത ഏത് സമയത്താണ് ഇപ്പോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കാൻ സാധിക്കുക എന്നൊരു കൺഫ്യൂഷനാണ്. കാരണം ഏത് സമയത്ത് സംഘടിപ്പിച്ചാലും കാലം തെറ്റിപ്പെയ്യുന്ന കാലാവസ്ഥയും മഴയുമാണ്. ഇവിടെ ചെയർമാൻ സൂചിപ്പിച്ചു, ഇന്നലെ രാത്രി പെയ്ത മഴ, ഗ്രൗണ്ട് നനഞ്ഞത്, അത് ഡ്രൈ ആക്കി എടുക്കാൻ കഷ്ടപ്പെട്ട കാര്യങ്ങൾ, അതൊക്കെ ഇവിടെ പരാമർശിച്ചു. അതുകൊണ്ട് സംഘാടകരുടെ മാനസികാവസ്ഥ എനിക്ക് പൂർണ്ണ ബുദ്ധിമുണ്ട്. മഴ പെയ്യാതെ ഇനി 7 ദിവസം ഈ പയ്യന്നൂർ മേഖല കടന്നുപോയാൽ മാത്രമേ ഈ ടൂർണമെന്റ് അതിന്റെ എല്ലാ അർത്ഥത്തിലും വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. സംഘാടകരുടെ സംഘാടനത്തിലുണ്ടാകുന്ന പ്രയാസങ്ങൾ പൂർണ്ണ ബോധ്യമുണ്ട്. എന്തായാലും നമുക്ക് ഒപ്റ്റിമിസ്റ്റിക്കായി ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. ഈ 7 ദിവസവും ഇവിടുത്തെ ജനങ്ങൾക്ക് ആസ്വാദകരമായ ഒരു കായിക വിരുന്ന് ഒരുക്കാൻ സാധിക്കും. അതിന് സംഘാടകരെ അഭിനന്ദിക്കുന്നു. ഒരു സ്പോർട്സ് ടൂർണമെന്റ് ആകുമ്പം പ്രസംഗത്തിന് സ്കോപ്പില്ല. പിന്നെ ഇവിടെ ഇരിക്കുന്നവരാരും തന്നെ പ്രസംഗം കേൾക്കുന്നവരുമല്ല. ഈ സ്പോർട്സിലൂടെ, ഈ ക്വാളി എന്ന ടൂർണമെന്റിലൂടെ കുട്ടികൾക്ക് കൂടി പരിശീലനം കൊടുക്കാൻ സാധിക്കുന്ന അക്കാദമി സ്ഥാപിക്കപ്പെടുമെന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. ഇതിലൂടെ നിരവധി പേർ, ഇപ്പൊ കുറെ കുട്ടികൾ ബോൾ ബോയ്സായി നിൽക്കുന്നു. ഇതിന് സംഘാടകന്മാരായി കുറെ ആളുകൾ അധ്വാനിക്കുന്നു. ഇതൊരു സംഘാടനത്തിന്റെ കൂട്ടായ്മയുടെ വിജയമാണ്. ഏതൊരു ടൂർണമെന്റ് വിജയിക്കണമെങ്കിൽ കുറെ ആളുകളുടെ കഠിനാധ്വാനത്തിലൂടെ മാത്രമേ സാധിക്കൂ. ആ അർത്ഥത്തിൽ ഈ ടൂർണമെന്റ് വൻ വിജയമായി തീരും, വൻ വിജയമായി തീരട്ടെ. ഐ ഡിക്ലെയർ ദ ടൂർണമെന്റ് ഇനോഗ്രേറ്റഡ്. ഇവിടെ സന്നിഹിതരായിട്ടുള്ളവർക്ക് വേണ്ടി ഇന്ത്യൻ വോളിബോൾ ക്യാപ്റ്റൻ ജോബി ജോസഫ് സംസാരിക്കും. അതിനുവേണ്ടി ജോബിയെ ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പയ്യന്നൂർ MLA മധു സാർ, ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട സ്പീക്കർ ഷംസീർ സാർ, കായിക താരങ്ങളായ സുനിൽ, ജോമോൾ, വേദിയിലുള്ള മറ്റു വിശിഷ്ട വ്യക്തികളെ, പയ്യന്നൂരിലെ പ്രിയപ്പെട്ടവരെ, കായിക താരങ്ങളെ, സുഹൃത്തുക്കളെ, ഒരു പ്രസംഗത്തിന് വലിയ സ്കോപ്പില്ല എന്ന് രണ്ടുപേരും പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനായിട്ടത്. കാരണം ഇവരൊക്കെ
സമയമില്ലാത്തതുകൊണ്ട് അധികം പ്രസംഗിക്കുന്നില്ല എന്ന് പറഞ്ഞു. എനിക്കത് ഇതിനെപ്പറ്റി വലിയൊരു വശമില്ലാത്തതുകൊണ്ടാണ് അധികം പ്രസംഗിക്കാത്തത്. ഈ പയ്യന്നൂര് വരുമ്പോൾ സത്യത്തിൽ വോളിബോളിനെ ആയിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ എനിക്കൊരു ഏറ്റവും തെളിച്ചുള്ളൊരു ഓർമ്മയുണ്ട് മനസ്സിൽ. 80കളുടെ മധ്യത്തിൽ സാക്ഷാൽ ജിമ്മി ജോർജ് ഒക്കെ കളിച്ച് ഒരു റാങ്ക് ടി വി വോളിബോൾ ടൂർണമെന്റ് കാണാൻ വേണ്ടിയിട്ട് സത്യത്തിൽ ഞാൻ വരുന്ന ഒരു മലയോര മേഖലയായ ചുണ്ടക്കാരൊക്കെ ഒരു ബസ് യാത്ര തന്നെ അക്കാലത്ത് ലക്ഷറി ആയിരുന്ന ഒരു കാലത്ത് ജീപ്പൊക്കെ സ്പെഷ്യലായിട്ട് പിടിച്ചിട്ട് ഇവിടെ വന്ന് കളിയൊക്കെ കണ്ടിട്ട് പോയ ഒരു ഓർമ്മയാണ് തെളിഞ്ഞു വരുന്നത്. ഞാനത് പറയാൻ കാര്യം, പയ്യന്നൂരിന് ശരിക്കും ഒരു കനത്ത പാരമ്പര്യമുണ്ട് വോളിബോളിന്. അത് അന്നും ഉണ്ട് ഇന്നും ഉണ്ട്. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തുന്ന സത്യം പറഞ്ഞാൽ എനിക്ക് പോലും ഓർമ്മയില്ല 10 വർഷമായിട്ടൊരു ഓൾ ഇന്ത്യ ഇവിടെ നടന്നിട്ടില്ല എന്നുള്ളത്. 10 വർഷം മുന്നേ നടന്ന ടൂർണമെന്റ് എല്ലാ ദിവസവും വന്നയാളാണ്. പക്ഷെ ഇത്ര പെട്ടെന്ന് 10 വർഷം ആയെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. മധുവേട്ടനും അതുപോലെ പയ്യന്നൂർ സ്പോർട്സ് ആൻഡ് കൾച്ചറൽ ആൻഡ് സ്പോർട്സ് ആൻഡ് ഡെവലപ്മെന്റ് അസോസിയേഷനും ഒക്കെ ഉള്ളപ്പം എല്ലാ വർഷവും ടൂർണമെന്റ് ഒക്കെ നടത്താനുള്ള ശരിക്കും ഒരു സാധ്യതയുള്ളൊരു സ്ഥലമാണത്. മലബാറിലെ തന്നെ ഏറ്റവും വളക്കൂറുള്ള വോളിബോളിന് ഏറ്റവും വളക്കൂറുള്ള ഒരു സ്ഥലമാണ് ശരിക്കും പയ്യന്നൂര്. സംഘാടനത്തിൽ ഏറ്റവും മികച്ചതെന്ന് തന്നെ പറയാം. റെഗുലറായിട്ട് ഇങ്ങനെ ടൂർണമെന്റുകൾ നടക്കുന്ന സ്ഥലങ്ങൾ മലബാറിൽ കുറവാണ് സത്യത്തിൽ. ഏതായാലും സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും ഇരുവരും പറഞ്ഞു കഴിഞ്ഞാൽ സംഘാടനത്തിന്റെ ഒരു കഷ്ടപ്പാടിനെ പറ്റി എനിക്കറിയാം. ഈ കാലാവസ്ഥയോട് മല്ലടിച്ചുകൊണ്ടാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും നല്ലൊരു ഗ്രൗണ്ട് സ്റ്റേഡിയം ഒക്കെ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിന് എല്ലാവർക്കും സത്യം പറഞ്ഞാൽ അഭിനന്ദനം അറിയിക്കുകയാണ് ഞാൻ. സത്യം ഇത്രയും ഭംഗിയുള്ള ഒരു ഔട്ട്ഡോർ കോർട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. വളരെ ഭംഗിയായിട്ടുണ്ട്. കാരണം മധുവേട്ടനെ പോലുള്ള ഒരാളെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇതൊക്കെ അസാധ്യമല്ല. എല്ലാ വർഷവും ഇത്തരം ടൂർണമെന്റുകൾ നടക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം അതുപോലെയുള്ളൊരു നാടാണ് ഇത്. സത്യം പറഞ്ഞാൽ വോളിബോൾ എന്ന് പറഞ്ഞാൽ മരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഇവിടെ. എല്ലാവരും ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല, എന്നാലും അറിയാം, എല്ലാവർക്കും അറിയാം ഞാൻ അതിലേക്ക് ആരും ഉദ്ദേശിക്കുന്നതെന്നൊക്കെ എല്ലാവർക്കും അറിയാം. ഏതായാലും ദീർഘിപ്പിക്കുന്നില്ല. ഈ ടൂർണമെന്റിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അതുപോലെ ഒരാഴ്ചക്കാലം വോളിബോളിന്റെ സമസ്ത സൗന്ദര്യവും നിറഞ്ഞു നിൽക്കുന്ന മത്സരങ്ങൾ ഇവിടെ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത് പയ്യന്നൂരുകാരുടെ മനസ്സിൽ ഏറ്റവും കുറഞ്ഞ ഒരു വർഷമെങ്കിലും തെളിഞ്ഞു നിൽക്കുന്ന കുറെ സുന്ദര മുഹൂർത്തങ്ങൾ ഈ വോളിബോൾ ഗ്രൗണ്ടിൽ വിരിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സംഘാടകർക്കും കളിക്കാർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു. നമ്മുടെ ബഹുമാനപ്പെട്ട സ്പീക്കർ പറഞ്ഞതുപോലെ വനിതകളുടെ ഒരു പ്രാതിനിധ്യമില്ലെങ്കിൽ ഇത് പൂർണ്ണമാണ്. അതുകൊണ്ട് സുനിൽകുമാർ ഇനിയും ഈ മത്സര വേദിയിലുണ്ടാവും. നമുക്ക് സുനിലിന് ആ സമയത്ത് സുനിലിനെ കേൾക്കാം. ജോമോൾ ഇവിടെ സംസാരിക്കും. എനിക്ക് മൈക്കിലൊന്നും പ്രസംഗിച്ച ഒരു ശീലമില്ല. എന്നാലും ഞാൻ പറയുകയാണ്, എനിക്ക് ഇതിനു മുമ്പ് ഇവിടെ കളി നടത്തുന്ന സമയത്ത് എനിക്കിവിടെ കളിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ എനിക്കിത് എപ്പോഴാണ് ഈ കളി നിന്നേന്ന് എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഈ ടൂർണമെന്റ് നടത്തുന്നതിലൂടെ വളർന്നു വരുന്ന കായിക താരങ്ങൾക്ക് അവരുടെ കഴിവുകൾ തെളിയിക്കാനും പിന്നെ ലഹരികളിൽ അടിമപ്പെട്ടു പോകുന്ന യുവതലമുറയെ ഇതിൽ നിന്ന് മുക്തരാക്കുവാനും സാധിക്കുന്നെങ്കിൽ അത് വളരെ നല്ലൊരു അഭിമാനകരമായ ഒരു നിമിഷമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതുപോലെ ഇവിടെ കളിക്കാൻ വന്നിട്ടുള്ള എല്ലാ പ്ലേയേഴ്സിനും സംഘാടക സമിതി അംഗങ്ങൾക്കും എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. എക്സൈസ് കമ്മീഷണർക്ക് ഒരു ചുമതല കൂടിയുണ്ട്. ഇതിൻ്റെ വെളിയിൽ ഒരു സെൽഫി പോയിന്റ് ലഹരി വിരുദ്ധ സന്ദേശമാണ്. അതിൻ്റെ ഉദ്ഘാടനം നടത്താനുണ്ട്. ഇതിനു മുൻപ് ഈ ടൂർണമെൻറ്റിൻ്റെ ടൈറ്റിൽ സോങ് അതിൻ്റെ രചന നിർവഹിച്ചത് സംഘാടക സമിതിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകനായിട്ടുള്ള AV രഞ്ജിത്താണ്. അതിൻ്റെ സംഗീതവും ആലാപനവും നടത്തിയത് രതീഷ് പല്ലവിയാണ്. ആ ടൈറ്റിൽ സോങ് പ്രകാശനം ചെയ്യുന്നതിന് പ്രിയപ്പെട്ട സ്പീക്കർ ശ്രീ എൻ ഷംസീറിനോട് അഭ്യർത്ഥിക്കുക.
പ്രിയപ്പെട്ടവരെ, കലയും സംസ്കാരവും കായികവും മൂർത്ത പയ്യന്നൂരിന്റെ മണ്ണിലിതാ കൈപ്പന്തിന്റെ കളിയാട്ടത്തിന് ഇന്ന് ആരവമായിരിക്കുന്നു. ബഹുമാനപ്പെട്ട കേരള സ്പീക്കർ ശ്രീ അഡ്വക്കേറ്റ് എൻ ഷംസീർ അവർ ഈ ടൂർണമെന്റ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിച്ചു കഴിഞ്ഞു. ഇനി ഈ മൈതാനത്ത് ആദ്യ പന്ത് തട്ടിക്കൊണ്ട് 7 രാത്രികളിലായി ഇവിടെ നടക്കുന്ന ടി ഗോവിന്ദൻ സ്മാരക അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റിന്റെ ഔപചാരിക ഉദ്ഘാടനത്തിന് ശേഷം പന്ത് തട്ടിക്കൊണ്ട് ബഹുമാനപ്പെട്ട നമ്മുടെ സ്പീക്കർ അവർ ഗ്രൗണ്ടിലേക്ക് നീങ്ങും. സംഘാടക സമിതി അംഗങ്ങൾ, ഒപ്പം തന്നെ ഇന്ന് മുഖ്യ അതിഥികളായി നമ്മോടൊപ്പമുള്ള സർവശ്രീ ജോബി ജോസഫ്, ശ്രീ സുനിൽകുമാർ, ശ്രീ ജോമോൾ PJ എന്നിവരും ഈ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിക്കുന്നു. ലോക വോളിബോൾ റാങ്കിങ്ങിൽ ഒരു കാലത്ത് 9ാം സ്ഥാനവും 7ാം സ്ഥാനവും അലങ്കരിച്ച പയ്യന്നൂരിന്റെ ഉത്തര കേരളത്തിന്റെ സ്വകാര്യ അഹങ്കാരം ശ്രീ ജോബി ജോസഫ് ലോക റെയിൽവേ മീറ്റിൽ ഇന്ത്യൻ റെയിൽവേ വിജയകിരീടം ചൂടിയപ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ നായകനായിരുന്ന, അന്ന് പാരീസിൽ വെച്ച് നടക്കുമ്പോൾ ഇന്ത്യൻ റെയിൽവേ ടീമിന്റെ നായകനായിരുന്ന ശ്രീ സുനിൽകുമാർ, ഒപ്പം തന്നെ കേരള വോളിയിലെ മാത്രമല്ല ഇന്ത്യൻ വോളിയിലെ ശ്രദ്ധേയ സാന്നിധ്യമായിരുന്ന ജോമോൾ PJ എന്നിവരുടെ മഹനീയ സാന്നിധ്യത്തിലാണ് ഇന്നത്തെ ഉദ്ഘാടന ചടങ്ങ്. സ്റ്റേഡിയം മത്സരത്തിന് സജ്ജമായി കഴിഞ്ഞു. ഇനി ഇൻകം ടാക്സ് ചെന്നൈയും ഇന്ത്യൻ എയർഫോഴ്സും തമ്മിലാണ് മത്സരം. പയ്യന്നൂർ സ്പോർട്സ് ആൻഡ് കൾച്ചറൽ ഡെവലപ്മെന്റ് അസോസിയേഷൻ ഇത്തവണ രജത ജൂബിലി ആഘോഷത്തിന് നിറവിലാണ്. ഈ ഉദ്ഘാടന മത്സരത്തിൽ മാറ്റിവെക്കേണ്ടുന്ന ഇരു ടീമുകളും. The both team coaches, please pay attention. The team Indian Income Tax and Indian Air Force. Both teams kindly report the call. They can start the official warm-up ground itself. അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റിന്റെ സംഘാടകർ ഒരുക്കിയ സെൽഫി പോയിന്റിന്റെ ഉദ്ഘാടനം സ്റ്റേഡിയത്തിന് പുറത്ത് ഇപ്പോൾ നടക്കും. പയ്യന്നൂർ സ്പോർട്സ് ആൻഡ് കൾച്ചറൽ ഡെവലപ്മെന്റ് അസോസിയേഷൻ അഭിമാന പുരസ്സരം ആദ്യത്തെ വരളുന്ന
ഗോവിന്ദൻ ട്രോഫിക്ക് വേണ്ടിയുള്ള അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റിന്റെ ഉദ്ഘാടന മത്സരം അല്പസമയത്തിനകം ആരംഭിക്കുകയാണ്. സംഘാടക സമിതി ഒരുക്കിയ സെൽഫി പോയിന്റിന്റെ ഉദ്ഘാടനം സ്റ്റേഡിയത്തിന് പുറത്ത് കണ്ണൂർ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ CR പത്മകുമാർ അവർ ഇപ്പോൾ നിർവഹിക്കുകയാണ്.